ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സേമിയ പുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാക്കറ്റ് സേമിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണേ. ഇത് നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സേമിയാണ്. നല്ല സ്വാദുള്ള നല്ലൊരു പുട്ടാണ് കേട്ടോ ഇത്. നമുക്ക് കറികളൊന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ആ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരണം. ഇതേ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഈ കഴുകിയിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനിങ്ങനെ 1 മിനിറ്റ് ഇരിക്കണം. 1 മിനിറ്റിന് ശേഷം അതേ നമ്മുടെ സേമിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ഒരു പുട്ടും കുറ്റി എടുക്കുക. അതിലേക്ക് ഞാൻ നാളികേരം ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുത്തു. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ആവിയൊക്കെ വന്ന് തുടങ്ങി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. കാണാനുള്ള ഈ ഭംഗി മാത്രമല്ല, കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ഒരു പാക്കറ്റ് സേമിയ കൊണ്ട് 2 കുറ്റി പുട്ടുണ്ടാക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തെ കുറ്റി ഉണ്ടാക്കിയിട്ട് ഞാനതൊരു പ്ലേറ്റിലേക്ക് ഇടുകയാണ്. ഈ സേമിയ പുട്ടിന് കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കറികളില്ലെങ്കിൽ നമുക്ക് നന്നായി കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഞാനിവിടെ മക്കൾക്ക് അങ്ങനെയാണ് ചെയ്തത്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്